ജൂൺ 1-ാം തീയതി ലാസ്റ്റ് ഫേസ് ഓഫ് എലക്ഷൻ. അന്ന് വൈകിട്ട് എക്സിറ്റ് പോൾ ഫലം പുറത്തുവരും. എക്സിറ്റ് പോളിലെ ട്രെൻഡ് നോക്കിയിട്ട് വേണം മാർക്കറ്റിൽ എന്ത് ചെയ്യണം എന്ന ഡിസിഷൻ എടുക്കാൻ. അതാണ് ഏറ്റവും മികച്ച വഴി. ജൂൺ 4-ന് മുന്നേ തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ ലഭിക്കും. ജൂൺ 2-ന് മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് ജൂൺ 3-ന് ഇത്തരത്തിൽ ആക്ട് ചെയ്യാൻ സാധിക്കും. ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരം സിനാരിയോകൾ സംഭവിക്കും. മെജോറിറ്റി ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിക്കുക, കേവല ഭൂരിപക്ഷം ലഭിക്കുക, പിന്നെയുള്ളത് ഓപ്പോസിറ്റ് മുന്നണി എല്ലാവരും കൂടി മെജോറിറ്റി നേടുക. ഇത്തരത്തിൽ 3 സിറ്റുവേഷനെ നമുക്കൊന്ന് പരിശോധന വിധേയമാക്കി നോക്കാം. ഇവിടെ മെജോറിറ്റി BJPക്ക് ലഭിക്കുകയാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലം അത്തരത്തിലാണ് വന്നതെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയറും വിൽക്കേണ്ട സ്ഥിതി വരുന്നില്ല. മാത്രമല്ല പുതിയത് വാങ്ങാനുള്ള അവസരം കൂടിയാണ് അത്. നിലവിലെ മാർക്കറ്റിലെ എല്ലാ സ്റ്റോക്കുകളുടെയും പ്രൈസ് കൂടുതലാണ്. നിഫ്റ്റി 23,000 കടന്നു. 2 ദിവസത്തെ ചെറിയ കറക്ഷനും നമ്മൾ കണ്ടു. എന്നിരുന്നാലും ഒട്ടുമിക്ക കമ്പനികളുടെയും സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈ ആണ്. വാല്യുവേഷൻ കൂടുതലായതുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മികച്ച തീരുമാനം. എന്നാൽ പോലും 24,000, 25,000 വരെയൊക്കെ പ്രധാന സൂചിക നിഫ്റ്റി ക്വിക്കായി തന്നെ റീച്ച് ചെയ്യും. അതൊന്നും യാതൊരു വിധത്തിലും സംശയിക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് വരുന്ന ഗവൺമെൻറ് എന്തൊക്കെ രീതിയിലുള്ള പോളിസികളാണ് എടുക്കുക എന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെ റിസൾട്ടിനെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. BJP ഗവൺമെൻറ് വീണ്ടും വരുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കപ്പെടുന്നതും വളരുന്നതും PSU സ്റ്റോക്കുകൾ തന്നെയാണ്. അവസാന വർഷത്തിൽ PSU സ്റ്റോക്കുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുമുണ്ട്. PSU ബാങ്കിങ് സെക്ടറും ബാങ്കേതര PSU അണ്ടർടേക്കിംഗ് സെക്ടറും മികച്ച റിട്ടേൺ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളതുമാണ്. ഡിഫൻസ്, ബാങ്ക്, മാനുഫാക്ചറിംഗ് സർവീസ് തുടങ്ങിയ PSU സ്റ്റോക്ക് കമ്പനികൾ ഒരുപാട് കാലമായി നേരിട്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരികയും പുതിയ ടെറിട്ടറി ബിസിനസ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ആ ഒരു വളർച്ച എല്ലാ രീതിയിലും ഇൻവെസ്റ്റേഴ്സിന് നേട്ടമായിട്ട് ലഭിച്ചതുമാണ്. ഇവിടെ ഡിഫൻസ് കമ്പനികളുടെ കാര്യം നോക്കുമ്പോൾ പുറംനാട്ടിൽ വരെ അവർക്ക് ബിസിനസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഡിഫൻസ് കമ്പനികളുടെ എക്സ്പോർട്ട് ഐറ്റംസ് ഇൻക്രീസ് ആകുന്നുണ്ട്. ആ വിധം 25,000 കോടിയിലധികം രൂപ അവർക്ക് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. PSU സെക്ടറിലെ റെയിൽവേ കമ്പനികൾ നോക്കിയാൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതിനാൽ ത്വരിതപൂർണ്ണമായിട്ടുള്ള ഒരു വളർച്ച തന്നെ നേടിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നൽകിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം ശ്ലാഘനീയമാണ്. RVNL, IRFC തുടങ്ങിയ കമ്പനികൾ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ പ്രൈവറ്റ് കമ്പനികളായ ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്, ടിറ്റാഗ്ര ലിമിറ്റഡ് നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെയാണ് BJP ഭരണത്തിൽ വീണ്ടും വരുമ്പോൾ പ്രതീക്ഷ ഏറെ നൽകുന്ന സ്റ്റോക്കുകൾ. ഇതിൻ്റെ കൂടെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളും നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് L&T, പട്ടേൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കമ്പനികൾ ലാസ്റ്റ് 1 ഇയറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ ഇനിയും പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ റിസൾട്ട് വരികയാണെങ്കിൽ. ഇങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നാൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്, അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ട് ലീഡർഷിപ്പുള്ള ഒരു ഗവൺമെൻറ് ഭരിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ്. അതേസമയം ഈ ഗവൺമെൻറ്റിന് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുക, അതെന്തുകൊണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു നല്ല രാജ്യം വളർച്ച നേടണമെങ്കിൽ 3 ഘടകങ്ങൾ നല്ലതാകണം: സ്റ്റെബിലിറ്റി, സ്ട്രോങ് ലീഡർഷിപ്പ്, എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഇടയിൽ ഒരു നല്ല റിലേഷൻഷിപ്പ്. ഈ 3 കാര്യങ്ങൾ ഒത്തു വന്നാലാണ് ഒരു രാജ്യത്തിന് പീക്ക് ഓഫ് ദ ഗ്രോത്ത് എന്ന രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുക. ഗവൺമെൻറ്റിന് GDP വളർച്ച കഴിഞ്ഞ 3 വർഷമായി 7%-ലധികമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം അഭിമാനത്തോടു കൂടി ഓർക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്താൻ ഗവൺമെൻറ്റിന് സാധിച്ചിരുന്നുവെങ്കിൽ മാനവ വിഭവത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിലൂടെ 10%-ലധികം GDP വളർച്ച ഇന്ത്യക്ക് നേടാൻ സാധിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു കാര്യം ഗവൺമെൻറ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മാക്രോ എക്കണോമിക് ഫാക്റ്റുകളിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. PSU സ്റ്റോക്കുകളിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്.
അതിൻ്റെ പ്രധാന കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ബാങ്കുകൾ വളരെ പോസിറ്റീവായ രീതിയിൽ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് ബാങ്കുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പോലും നോൺ പെർഫോമിംഗ് അസറ്റുകൾ വലിയ രീതിയിൽ കുറക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു. ഇതിനുവേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള പരിഹാര മാർഗങ്ങളാണ് ബാങ്കുകൾ സ്വീകരിച്ചിട്ടുള്ളത്. കോർപ്പറേറ്റ് ലെൻഡിങ് വലിയ രീതിയിൽ കുറക്കാൻ സാധിച്ചു. അതിലൂടെ കോർപ്പറേറ്റ് കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളുക എന്നുള്ള ഒരു ബാങ്കുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി. പൂർണ്ണമായിട്ടും റീറ്റെയിലേഴ്സിനും അതുപോലെ അൺസെക്യൂർഡ് ലോണും കൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല സ്മാൾ ഫിനാൻസ് ബാങ്കുകളിലൂടെ ബാങ്കിങ് മേഖലയിൽ നിന്ന് മാറി നിന്നിരുന്ന ആളുകൾക്ക് ലോൺ കൊടുക്കാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നോൺ പെർഫോമിംഗ് അസറ്റുകളുടെ അളവ് വലിയ രീതിയിൽ കുറക്കാൻ സാധിച്ചു. മോശം ലോണുകൾ കുറക്കുന്നത് ഒഴിവാക്കി ലോൺ നൽകുന്നതിന് പുതിയ നയങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റി വലിയ രീതിയിൽ ഇമ്പ്രൂവ് ആയി. പ്രൊവിഷൻ കുറക്കാനും വ്യത്യസ്ത മെട്രിക്സ് ആയിട്ടുള്ള ROA, ROC തുടങ്ങിയതൊക്കെ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇമ്പ്രൂവ് ആയി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെൻറ്റിൽ നിന്ന് പുതുതായിട്ട് ക്യാപിറ്റൽ വാങ്ങിയെടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബാങ്കുകൾക്ക് സുരക്ഷിതത്വം കിട്ടി. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ലാഭിച്ചെടുക്കാൻ കഴിഞ്ഞ പണം വെൽഫെയർ അതുപോലെ വ്യത്യസ്ത സെക്ടറുകളിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കാനും സാധിച്ചു. ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് RBIക്ക് വലിയ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും 8% ഉയർന്നിരുന്ന ഇൻഫ്ലേഷനെ 4% നിജപ്പെടുത്താനും. ഈ കാര്യം നിയമപരമായി തന്നെ കൊണ്ടുവന്നതിനാൽ RBIക്ക് കണിശമായി അതിൽ എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് മണി സപ്ലൈ കൺട്രോൾ ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റിൽ വേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ RBIയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും പൂർണ്ണമായ രീതിയിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. RBI ഗവൺമെൻറ്റിന് നൽകിയ നിർദ്ദേശം ഫിസിക്കൽ മെഷേഴ്സിലൂടെ മാത്രമേ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ സാധിക്കൂ, അത് ഗവൺമെൻറ്റിൻ്റെ പരിധിയിലുള്ള കാര്യമാണെന്നാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പല രീതിയിലുള്ള കച്ചവടങ്ങൾക്കും ബാൻ കൊണ്ടുവന്നു. അരി എക്സ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണം വന്നു. അവശ്യ സാധനമായിട്ടുള്ള ഷുഗറിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാക്കി. അതിലൂടെ ഷുഗറിൻ്റെ ഉൽപ്പാദനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കടൽ ഐറ്റത്തിൽ നിന്ന് മാത്രമായിട്ട് എഥനോൾ എടുക്കാവൂ എന്നൊരു നിയമം വന്നു. പ്രത്യേകിച്ച് എഥനോൾ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. എഥനോളിൻ്റെ ഉൽപ്പാദനം കടൽ ഐറ്റങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും അത് പെട്രോളിൽ ഉപയോഗിക്കുകയും അതിലൂടെ വലിയ രീതിയിലുള്ള പെട്രോളിൻ്റെ ഇമ്പോർട്ട് കുറക്കാനും ലാഭം നേടാനും സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈക്രോ എക്കണോമിക്സുമായിട്ടും മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളാണ്. ഇവിടെ വ്യക്തമാകുന്നത് RBIയുടെ ഭാഗത്തുനിന്ന് മോണിറ്ററി മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള തീരുമാനങ്ങളും വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടും കൂടിയാണ് ഇതൊക്കെ സാധിച്ചെടുത്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അടുത്ത വർഷം അത്തരത്തിലൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഒരു വളർച്ച മാർക്കറ്റിലും ഇന്ത്യയുടെ ഫിസിക്കൽ ഗ്രോത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഗവൺമെൻറ് വലിയ രീതിയിൽ ഫോക്കസ് ഉള്ളതിനാൽ ഒരുപാട് കമ്പനികൾക്ക് ആ സെക്ടറിൽ ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ്. യൂട്ടിലിറ്റീസ് അഥവാ എനർജി സെക്ടറിൽ വലിയ ഗവൺമെൻറ് കമ്പനികളുണ്ട്. NTPC, പവർ ഗ്രിഡ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്ക് ഫൈനാൻസ് ചെയ്യുന്ന കമ്പനികളുമുണ്ട്. REC, PFC തുടങ്ങിയ കമ്പനികൾ. ഈ കമ്പനികൾക്ക് ഗവൺമെൻറ് കമ്പനികൾക്ക് മാത്രമല്ല പ്രൈവറ്റ് കമ്പനികൾക്കും ലോണ് കൊടുക്കാനുള്ള ഒരു അധികാരം കൂടി കൊണ്ടുവരപ്പെട്ടതും ഈ കഴിഞ്ഞ കാലത്താണ്.